ഹായ് ഗായ്സ്, ഇതെൻ്റെ വിൻ്ററിലെ യൂണിഫോമാണ്. വിൻ്റർ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീടിൻ്റെ ഉള്ളിൽ തണുപ്പാകുമ്പോഴത്തേക്കും ഞാൻ ഈ റോബ് എടുത്ത് ഇങ്ങനെ ഇടും. പക്ഷേ ഈ റോബ് എടുത്തിട്ട് കഴിയുമ്പോഴത്തേക്കും എൻ്റെ വിചാരം ഞാൻ ജോസ് പ്രകാശ് ആണെന്നാണ്. ഒരു പുകക്കുഴലിൻ്റെയും കൂടെ ഒരു കുറവേ ഉള്ളൂ. ജേണി കൊതിയ വേപൊളിച്ചിരിക്കുന്നു. പക്ഷേ അത് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് വിൻ്ററിൽ എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്നും പറഞ്ഞ് ഒരു ടിപ്സൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ലാസ്റ്റ് ഇയർ ചെയ്തായിരുന്നു. അപ്പോൾ ഈ വർഷം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കാനഡയിൽ ഒരു സെയിങ് ഉണ്ട്, വെൻ യു സീ സ്നോ ഗോ സ്ലോ. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിൻ്റർ ആയി കഴിയുമ്പോഴത്തേക്കും തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തെ വെതർ ഫോർകാസ്റ്റ് എന്താണെന്നുള്ളത് നോക്കുക. ഓക്കെ, രാവിലെ സ്നോ ഉണ്ടെങ്കിൽ ഒരു 1 hour 2 hour മുന്നേ എണീക്കാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങൾക്ക് പതുക്കെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള ഗ്ലാസും ബാക്കിലുള്ള ഗ്ലാസും സൈഡിലുള്ള ഗ്ലാസും ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം, സ്നോ ക്ലിയർ ചെയ്യണം. ഒന്ന് സ്നോ ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് OPP നല്ല ഫൈൻ അടിച്ച് തരും അവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. OPP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺടാരിയോ പോലീസാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊവിൻസിലുള്ള ഏത് പോലീസ് ആണെങ്കിലും അവർ നമുക്ക് ഫൈൻ തരും. ഒരു $110-120 ആകും. വെറുതെ അത് കളയണ്ട. അതുകൊണ്ട് നേരത്തെ എണീറ്റ് അത് ക്ലീൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾക്കൊരു സ്ഥലത്ത് എത്തണമെങ്കിൽ നമ്മൾ റഷ് ചെയ്യും. ഓക്കെ, പക്ഷേ സ്നോ ഉള്ള ദിവസം നമ്മൾ കുറച്ച് സ്ലോയിൽ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും റഷ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ആക്സിഡൻസും നമ്മൾ സ്കിഡ് ആവാനും സൈഡിൽ മറ്റേ ഡിച്ചിലൊക്കെ പോയി കിടക്കാനുള്ള ചാൻസസ് ഉള്ളത്. അതുകൊണ്ട് കുറച്ച് നേരത്തെ എണീക്കുക, പതുക്കെ വണ്ടി ഓടിക്കുക, എല്ലാം ക്ലിയർ ചെയ്യുക, ഫുൾ വിസിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡ്രൈവ് സേഫ്. ബൈ.